ഓക്കെ മക്കളെ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 പോകാം. Choose the correct statements from the following. Ethane 1,2 diamine is a chelating ligand. നിങ്ങൾക്കറിയാം, this is nothing but EN അല്ലെ, ethylene diamine. Okay, CH2NH2. Okay, metallic aluminium is produced by electrolysis of aluminium oxide in presence of cryolite. ഇത് ആക്ച്വലി നിങ്ങൾ മെറ്റലർജിയിൽ പഠിച്ച കാര്യമാണ്, പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കണം, അലൂമിനിയം ഓക്സൈഡിൽ നിന്ന് അലൂമിനിയം സിന്തസൈസ് ചെയ്യാനാണ് ഇലക്ട്രോളൈസിസ് പ്രോസസ് ആണ് യൂസ് ചെയ്യുന്നത്. ക്രയോലൈറ്റ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് ടു റെഡ്യൂസ് ദ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം ഓക്സൈഡ്. ഇലക്ട്രോളൈസിസ് പ്രോസസ്സിൽ നമ്മൾ ബേസിക്കലി അലൂമിനിയം ഓക്സൈഡ് ഇടുമ്പോൾ അലൂമിനിയം ഓക്സൈഡ് സോളിഡ് ഫോമിൽ ഇരിക്കാൻ പാടില്ലല്ലോ, ഇലക്ട്രോലൈറ്റ് രൂപത്തിൽ വരണ്ടേ. ഇലക്ട്രോളിസിസ് ചേമ്പറിൽ എപ്പോഴും ഇലക്ട്രോലൈറ്റ് ആണല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ അലൂമിനിയം ഓക്സൈഡിനെ മെൽറ്റ് ചെയ്യണം. മെൽറ്റിംഗ് പോയിന്റ് ഓഫ് അലൂമിനിയം ഓക്സൈഡ് ഇസ് വെരി ഹൈ. അത് കുറയ്ക്കാനാണ് ക്രയോലൈറ്റ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ മെറ്റലർജിയിലെ ഭാഗങ്ങളാണ്, പക്ഷേ ദേ വാസ്ഡ് ഓവർ ഹിയർ. നിങ്ങൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് ഓപ്ഷനിൽ ഇസ് ഇറ്റ് എ ചിലേറ്റിംഗ് ലിഗാൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ചിലേറ്റിംഗ് ലിഗാൻഡ് അല്ലേ. ഇതിന് ബേസിക്കലി ഇങ്ങനെ റിംഗ് ഫോം ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അതും കറക്റ്റ് ആണ്. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സയനൈഡ് അയോൺ ഇസ് യൂസ്ഡ് ആസ് ലിഗാൻഡ് ഫോർ ലീച്ചിങ് ഓഫ് സിൽവർ. അഗൈൻ മെറ്റലർജിയിലെ ക്വസ്റ്റൻ ആണ്, എടുത്തു കളഞ്ഞ ടോപ്പിക് ആണ്, ബട്ട് സ്റ്റിൽ ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, എക്സ്ട്രാക്ഷൻ ഓഫ് സിൽവറിൽ സയനൈഡ് അയോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. സിൽവറിന്റെയും ഗോൾഡിന്റെയും കേസിൽ ലീച്ചിങ് പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സിനെയാണ് പറയുന്നത്. ഓക്കെ, ലീച്ചിങ് ഇസ് എ പ്രോസസ് വെയർ വി യൂസ് സോഡിയം സയനൈഡ്. ഓക്കെ, ഒരു സിൽവറിന്റെ ഓറിനെ സോഡിയം സയനൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. സോ ബേസിക്കലി എന്താ പറ്റുമെന്ന് വെച്ചാൽ സിൽവറിന്റെ ഓറിൽ നിന്ന് സിൽവർ ഡിസോൾവ് ആയിട്ട് പോകും ആ സൊല്യൂഷനിൽ. ഇംപ്യൂരിറ്റീസ് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, സിൽവർ മാത്രം ഡിസോൾവ് ആവും, പിന്നെ അവിടെ നിന്ന് സിൽവറിനെ എക്സ്ട്രാക്ട് ചെയ്യും. പക്ഷെ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സയനൈഡ് ഇസ് യൂസ്ഡ് ആസ് ലിഗാൻഡ് ഫോർ ലീച്ചിങ് ഓഫ് സിൽവർ. ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ഫോസ്ഫീൻ ആക്ട് ആസ് ലിഗാൻഡ് ഇൻ വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്. ഫോസ്ഫീൻ എന്ന് വെച്ചാൽ PH3 ആണ്. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്താണ്? വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ RHPPH3 thrice Cl. ഇതാണ് വിൽക്കിൻസൺസ് കാറ്റലിസ്റ്റ്. ഓക്കെ, ഫൈൻ. സോ അത് തെറ്റാണ്. The stability constants of Ca2+ and Mg2+ are similar with EDTA complex. മക്കളെ, Ca2+ is bigger than Mg2+. EDTA എന്ന് പറഞ്ഞ വലിയൊരു ലിഗാൻഡിന് Ca2+ ആയിട്ടാണ് കുറച്ചും കൂടി സ്റ്റേബിൾ കോംപ്ലക്സ് ഫോം ചെയ്യാൻ പറ്റുക. സൈസ് ഓഫ് കാറ്റയോൺ നോക്കിയാൽ തന്നെ മനസ്സിലാവും മക്കളെ. ബിഗർ ദ കാറ്റയോൺ, the more stable complex it can form with a big ligand like EDTA. Okay, so basically similar stability complex alla varia, Ca2+ കുറച്ചും കൂടി ഹയർ ആയിരിക്കും. ഓക്കെ, സോ A, B and C are correct. ഓക്കെ, കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ബട്ട് സ്റ്റിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ജസ്റ്റ് കീപ് ദിസ് ഇൻ മൈൻഡ്.